സർ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഹൈവേ ഗംഗ എക്സ്പ്രസ് വേ ഇതാ പ്രാബല്യത്തിൽ വരാൻ പോവുകയാണ്. 594 കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത്. വലിയൊരു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എക്കണോമിക് ഹൈവേ എന്ന പ്രാധാന്യം കൂടിയുണ്ട് ഇതിന്. പക്ഷേ അപ്പോഴും നമ്മൾ ആലോചിക്കുന്നത് കേരളത്തിൽ വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള വൻകിട വികസന പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള പദ്ധതികൾ നമ്മുടെ സംസ്ഥാനത്ത് ആലോചനയിലുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്നത് പോലെയുള്ള ചില പദ്ധതികൾ ഏറ്റവും അത്യാവശ്യം കേരളത്തിലാണ്. അതെന്തുകൊണ്ടോ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായിരിക്കാം അതിന് കാരണം? ഒപ്പം ഈ പുതിയ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് ഹൈവേയെ കുറിച്ചും എങ്ങനെ വിലയിരുത്താം? ഇത് ലോക രാജ്യങ്ങളെ തന്നെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള വലിയൊരു ഡെവലപ്മെന്റ് ആണ് ഇന്ത്യ ഓരോ ദിവസവും ഓരോ സ്ഥലങ്ങളിലായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്, അതിന്റെ ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഗംഗ എക്സ്പ്രസ് വേ ആൾറെഡി ഇത് ഉദ്ഘാടനം കഴിഞ്ഞു. പ്രധാനമന്ത്രി തന്നെയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. അപ്പോ ഈ എക്സ്പ്രസ് വേ ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജ് വരെ 594 കിലോമീറ്റർ നീളത്തിൽ, ആ റോഡിന്റെ പ്രത്യേകത, അതിന്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ നമുക്ക് കിട്ടും. വളവും തിരിവും ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഈ എക്സ്പ്രസ് ഹൈവേ, അതിലിപ്പോ 120 കിലോമീറ്റർ നിജപ്പെടുത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ 300 വലിയ വലിയ അത്യാധുനിക വാഹനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹൈ സ്പീഡിൽ വേണമെങ്കിൽ ഓടിക്കാം. പക്ഷെ അപകടങ്ങളുടെ സൂചനയുടെ ഇത് കാരണം അതൊരു 120 കിലോമീറ്റർ ആയി നിജപ്പെടുത്തിക്കൊണ്ടാണ് അതിന്റെ വാഹനത്തിന്റെ വേഗത നിയന്ത്രിച്ചിട്ടുണ്ട്. എന്നൊക്കെ പറഞ്ഞാലും കേന്ദ്ര ഗവൺമെന്റ് വളരെ പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പ്രൊജക്ട് അവിടെ പണി കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് 38,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ചെലവാക്കിയത്. അതായത് ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലേക്കുള്ള ഈ 594 കിലോമീറ്റർ ദൂരമുള്ള ഈ എക്സ്പ്രസ് ഹൈവേയുടെ നിർമ്മാണത്തിന് കേന്ദ്രം ചെലവാക്കിയിരിക്കുന്നത് 38,000 കോടി രൂപയോളമാണ്. അപ്പോ ഈ ഹൈവേയുടെ രണ്ട് ഭാഗങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് കൺഫർട്ട് സ്റ്റേഷൻ, പെട്രോൾ സ്റ്റേഷൻ, അങ്ങനെ ഹോസ്പിറ്റലുകൾ, അർജന്റ് എമർജൻസി ഇഷ്യൂസ് ഉണ്ടായാൽ അതിനുള്ള ആംബുലൻസ്, അതൊക്കെ ഇത്ര കിലോമീറ്ററുകളിലൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഹൈവേയിൽ അവിടെ ഇവിടെയുള്ള നമ്പറിൽ ജസ്റ്റ് നമ്മളൊന്ന് ഡയൽ ചെയ്താൽ മതി, അപ്പൊ തന്നെ അവിടെ ആ സിസ്റ്റം അവിടെ എത്തിയിരിക്കും. അപ്പൊ വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ള വളരെ ലേറ്റസ്റ്റ് സിസ്റ്റത്തിലും സംവിധാനത്തിലുമാണ് ഈ ഹൈവേ ഇപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞത്. ഇതിന്റെ ഏറ്റവും പ്രധാന ഉദ്ദേശം എക്കണോമിക് ഹൈവേ എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. അതായത് ചരക്കു ഗതാഗതം എത്രയും വേഗത്തിൽ, അതായത് പ്രയാഗ്രാജിൽ നിന്ന് മീററ്റിലേക്കും മീററ്റിൽ നിന്ന് പ്രയാഗ്രാജിലേക്കും പെട്ടെന്ന് ചരക്ക് ഗതാഗതം നീക്കുക എന്നത് തന്നെയാണ് പ്രധാന ഉദ്ദേശം. ഇതിപ്പോ അതായത് 3 വരി പാത അങ്ങോട്ടും 3 വരി പാത ഇങ്ങോട്ടുമാണ്. പക്ഷെ ഇതിന്റെ പ്ലാനിങ്ങില് അനദർ 3 വരി പാത അതിനോട് ചേർന്ന് എത്രയും പെട്ടെന്ന് പണിയാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലം കൂടി അക്വയർ ചെയ്തു വെച്ചിട്ടാണ് ഇപ്പൊ ഇതിന്റെ ഉദ്ഘാടനം കഴിച്ചത്. ഇനി ഇത് 6 വരി പാത, 2 ഭാഗത്തും അങ്ങോട്ടും 6 ഇങ്ങോട്ടും 6 ആക്കാവുന്ന തരത്തിൽ അതിന്റെ ഡിസൈനിങ്ങും സ്ഥലം ഏറ്റെടുക്കലും ഒക്കെ കഴിഞ്ഞു. അപ്പോ വളരെ പ്ലാൻഡ് ആയിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് ചെയ്തത്. പക്ഷെ അന്ന് തുടങ്ങുമ്പോ ഈ 6 വരി പാത അന്ന് കേന്ദ്രത്തിന്റെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് കേന്ദ്രത്തിൽ വരുന്ന എല്ലാ റോഡുകളുടെ ഡിസൈനുകളും മിനിമം 6 വരിയും അല്ലെങ്കിൽ 8 വരിയും അല്ലെങ്കിൽ 12 വരിയുമാണ്. ഇപ്പോ നമ്മുടെ അങ്കമാലിയിൽ നിന്ന് കൊച്ചി കാക്കനാട് വരെ പോകുന്നൊരു പുതിയൊരു ഹൈവേക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ റിക്വസ്റ്റ് കിട്ടിയപ്പോ കേന്ദ്രം പറഞ്ഞത് 8 വരി പാത ആണെങ്കിൽ അംഗീകരിക്കുക. അതായത് അങ്ങോട്ടും 8 ഇങ്ങോട്ടും 8ഉമുള്ള
തരത്തിൽ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾ സംസ്ഥാനം തയ്യാറാണെങ്കിൽ ഞങ്ങൾ അപ്രൂവ് ചെയ്യാം. അപ്പൊ ഇതിൽ എന്താ കാര്യം വെച്ചെങ്കിൽ ഈ സ്ഥലം ഏറ്റെടുക്കുക എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. പക്ഷെ അതിലേക്കുള്ള 75% എമൗണ്ടും കേന്ദ്രം നൽകും. 25% അതായത് സംസ്ഥാനങ്ങൾ വഹിക്കണം. ഉത്തർപ്രദേശിൽ എന്താ ഗുണിച്ചെങ്കിൽ കേരളത്തെ പോലെ അത്ര തന്നെ സ്ഥലത്തിന് വിലയില്ല അവിടെ. അപ്പോ അവിടെ സ്ഥലം ഏറ്റെടുക്കാൻ വളരെ എളുപ്പമാണ്. കേരളത്തില് ചെറിയൊരു സംസ്ഥാനം, അപ്പോ അവിടെ സ്ഥലത്തിന് വില കൂടുതലാണ്. അപ്പോ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ബാർഡനാണ്. എന്തൊക്കെ പറഞ്ഞാലും ഉത്തർപ്രദേശിൽ ഇത്തരത്തിലൊരു ഗംഗ എക്സ്പ്രസ് ഉണ്ടായപ്പോൾ ഇതിനെക്കാട്ടി മുന്നേ കേരളത്തിലായിരുന്നു ഇത് വരേണ്ടത്. കാരണം ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കപ്പെടുന്ന, ലോകരാജ്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ പോർട്ട് വിഴിഞ്ഞം ഇന്റർനാഷണൽ പോർട്ട് കേരളത്തിന്റെ തുറമുഖത്താണ്, കേരളത്തിന്റെ കരയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ പോർട്ടിൽ നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് റോഡ് ഇതേമാതിരി ഉണ്ടാക്കിയാലാണ് ആ പോർട്ട് വിജയിക്കുകയുള്ളൂ. പക്ഷെ ഞാനിപ്പോ രഹസ്യമായി കേട്ട ഒരു ന്യൂസ് ഞാൻ പറയാം. അതായത് വിഴിഞ്ഞം പോർട്ടിൽ നിന്ന് ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കേരള സംസ്ഥാനത്തിന് വലിയ താല്പര്യം ഇല്ല എന്ന് വരികയാണെങ്കിൽ പോലും ഈ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ചരക്ക് പോകാനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് കേന്ദ്രം ഇടപെട്ട് നടപ്പാക്കുന്നു ഞാൻ കേട്ടത്. പക്ഷെ അത് എങ്ങനെയാ നടപ്പാക്കുന്നത് അറിയോ? ഈ വിഴിഞ്ഞത്ത് നിന്ന് ജസ്റ്റ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കന്യാകുമാരിയായി, വളരെ അടുത്താ കിടക്കുന്നത്. പിന്നെ തമിഴ്നാട് എത്ര സ്ഥലം വരെ കൊടുക്കാനും ഈ ഹൈവേ കൊണ്ടുവരാനും അവർ തയ്യാറാണ്. അപ്പോ ഇത് കേരളം ഇനിയും ഇവിടെ പൈസയില്ല, ഈ രണ്ട് സർക്കാരുകൾ മാറി മാറി ഭരിച്ചിട്ട് ഈ സാലറി കൊടുക്കൽ മാത്രമാണല്ലോ ഇവിടുത്തെ ഭരണം. അപ്പൊ ഇത്തരത്തിലുള്ള സംവിധാനത്തിലേക്ക് ശ്രദ്ധ കൊടുക്കാൻ അവർക്ക് താല്പര്യം ഇല്ല എന്ന് വന്നാൽ ഈ വിഴിഞ്ഞത്ത് നിന്നും പെട്ടെന്ന് ക്രോസ് ചെയ്ത് കന്യാകുമാരിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാടായി. തമിഴ്നാട്ടിൽ നിന്നും വളരെ വിശാലമായ റോഡുകൾ അവിടെ ഉണ്ടാക്കാൻ സ്ഥലവുമുണ്ട്, ഇത്ര വിലയുമില്ല. അപ്പോ കേരളത്തിൽ കൂടെ പോകേണ്ട സംവിധാനം തമിഴ്നാട്ടിൽ കൂടെ പോകുന്ന ഒരു അവസ്ഥ വരും. ആ ഒരു അമാന്തം, ആ ഒരു മടി ഇനി കേരളം ഭരിക്കുന്നവർ കാട്ടിയാൽ, പണ്ട് നമ്മുടെ ആണവ നിലയം വരുമ്പോ തമിഴ്നാട്ടിൽ നിലയം വരുന്നതിന് പോയി സമരം പിടിച്ചു വരാം, കേരളത്തിൽ ആതിരപ്പള്ളി വരേണ്ടത് വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല പ്രൊജക്ടുകളും. ഇനി ഈ വിഴിഞ്ഞം പ്രൊജക്റ്റില് ഈ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചറായ ഈ റോഡ് നിർമ്മാണത്തിൽ ഒരു മടി കാണിച്ചാൽ, കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉണ്ടായ ഹൈവേകളുടെ പണികളിൽ സമരം ചെയ്തും വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് നടന്ന അതേ അവസ്ഥ വീണ്ടും മടി കാണിച്ച് പൈസ ഇല്ലാത്ത പേരും പറഞ്ഞ് കണ്ണു ചീമ്പിയിരുന്നാൽ ഇത് തമിഴ്നാട് അടിച്ചു കൊണ്ടുപോകും. വിഴിഞ്ഞത്ത് നിന്നും നേരെ കന്യാകുമാരിക്ക് വളരെ 10, 30, 40 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസേ ഉള്ളൂ. അവർ നേരെ അങ്ങോട്ട് വിടും. പിന്നെ അവിടുന്ന് തമിഴ്നാട് അതിനുള്ള സ്ഥലമൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഇന്ത്യയുടെ എല്ലാ ഭാഗത്തേക്കും പിന്നെ ഹൈവേ തമിഴ്നാട്ടിൽ കൂടെ പോകും. കേരളത്തില് ഒന്നുമില്ലാത്ത അവസ്ഥ വരും. അപ്പൊ അത് കേരളം ആര് ഭരിച്ചാലും അവർ അതിന് പ്രത്യേകം ശ്രദ്ധ കൊടുത്തില്ലെങ്കിൽ ഇത് കേരള ജനത അനുഭവിക്കാൻ പോകുന്ന വലിയൊരു സംഭവമായിട്ട് മാറും. അല്ലാതെ ഇവിടെ സമരം ചെയ്യാനും ബന്ദെടുക്കാനും ഹർത്താൽ എടുക്കാനും നടക്കാതെ ഈ 10 കൊല്ലായിട്ട് കേരളത്തിലല്ലാതെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഒരു ബന്ധോ ഒരു ഹർത്താലോ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ നോക്കിക്കോ, കാരണങ്ങൾ പലതും കാണുന്നേ. നിങ്ങൾ എന്തിനാ ഹർത്താലും നടത്തുന്നത്? നിങ്ങൾ അല്ലാതെ പ്രതിഷേധിക്കാൻ എന്തൊക്കെ വഴികളുണ്ട് ഇവിടെ, അത് ചെയ്താൽ പോരെ? നിങ്ങൾ ഇവിടെ നഷ്ടമുണ്ടാക്കുന്ന തരത്തിൽ ഈ ബന്ധു ഹർത്താൽ എന്തിനു നടത്തണം? ഈ കേരളത്തിൽ മാത്രം എന്താണ് ഈ ബന്ധും ഹർത്താലും? ഇതെന്താ ഇവിടുത്തെ രാഷ്ട്രീയത്തിന്റെ തിമിരം ബാധിച്ചു നടക്കുന്ന, അതിന്റെ പിന്നാലെ നടക്കുന്നവരാണ് ഈ ഇത്രയും അസുഖം. ഇപ്പത്തെ മിനിഞ്ഞാന്ന് 4 ദിവസം മുന്നേ ഒരു ആവശ്യവും ഇല്ലാതെ ഒരു ബന്ധു ഹർത്താലും അതിന്റെ നേതാവിനെ കപ്പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുക എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോ ഇവിടുത്തെ ജനം മനസ്സിലാക്കണം, രാഷ്ട്രീയക്കാരെ മനസ്സിലാക്കണം, നമുക്ക് വരേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ പിടിച്ചു വാങ്ങിയില്ലെങ്കിൽ അത് ആണുങ്ങൾ പിടിച്ചു കൊണ്ടുപോകും എന്ന് ഓർത്തുകൊള്ളുക.
എന്തായാലും സാർ സൂചിപ്പിച്ചതുപോലെ ഗംഗ എക്സ്പ്രസ് വേ, അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് എക്സ്പ്രസ് വേ ആണ് വരാൻ പോകുന്നത്. ഇത്തരത്തിൽ കേരളം മുന്നോട്ട് വച്ച ചില ഹൈവേകളുടെ പ്രൊജക്ടുകളുടെ കാര്യത്തിലൊക്കെ കേന്ദ്ര സർക്കാർ കൂടി മുന്നോട്ട് വയ്ക്കുന്ന ആശയം സംസ്ഥാന സർക്കാരിന് അംഗീകരിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് കൂടി സംസ്ഥാന സർക്കാരിന് ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലും കൂടി ഇത്തരത്തിലുള്ള വമ്പൻ പദ്ധതികൾ, വമ്പൻ പ്രൊജക്ടുകൾ ഉണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യമാണ്. കാരണം വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങൾക്ക്, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വ്യാപാരം നടത്താവുന്ന മാർഗങ്ങൾ കേരളം തുറന്നു നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാണ്. താങ്ക് യു ജയശങ്കർ സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.